ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബിൾ ഇൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബിൾ ഇൻ മല്ലു വേൾഡ് നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണങ്ങളൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഒക്കെ നമുക്ക് കൂടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇന്നലെ യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ നിയമങ്ങളും കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വ്യൂവേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ വരുന്നില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന അക്കൗണ്ടുകളൊക്കെ ആയതുകൊണ്ട് ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു കുഞ്ഞു ചാനൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തുടങ്ങിയതല്ല. പക്ഷെ എങ്കിൽ കൂടിയും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തി ഒരു വീഡിയോ ചെയ്ത് അത് അറിയാവുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം അത് ആളുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അതൊരു എൻഗേജ്മെന്റ് ആയി വരുമ്പോഴാണ് നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുന്നത്, ടു ബി വെരി ഓണസ്റ്റ്. അപ്പം നമ്മുടെ ചാനലൊക്കെ കുഞ്ഞു ചാനലാണ്, ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് അടുത്തുള്ള ഒരു കുഞ്ഞു ചാനലാണ്. അപ്പം നമുക്കറിയാം അതിന്റെ വളർച്ച എങ്ങനെയായിരിക്കും. അപ്പം നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പം കുറെ സമയമെടുത്താണ് നമ്മൾക്ക് കാര്യങ്ങൾ നടന്നു കിട്ടത്തുള്ളൂ അല്ലേ. അല്ലാതെ ഇന്ന് പോയിട്ട് അതിന്റെ അധ്വാനത്തിന്റെ വില നമുക്ക് നാളെ കിട്ടത്തില്ല. അപ്പം കുറെ നാൾ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചാനലൊക്കെ കയറി വരത്തുള്ളായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഇതൊരു ജോലിയായിട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്ന ആളുകളെ പോലെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ആഴ്ചയിൽ ഒരേ വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കുറവുകൾ ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, നമ്മുടെ പരിചയക്കുറവ് കൊണ്ടുള്ള കുറവുകളൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസിൽ വരാറുണ്ട്. എഡിറ്റ് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റിയിലായിക്കോട്ടെ. അപ്പൊ അങ്ങനെ കുറെ ഉള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ വരാറുണ്ട്. അപ്പം ഈ നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ അത് കാണുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് കയറി പോരാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. എല്ലാവരും കുഞ്ഞൊരു സ്റ്റാർട്ടിങ്ങിലൂടെയാണല്ലോ എല്ലാവരും കടന്നു വരുന്നത്. അപ്പം അല്ലാതെ വലിയ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് വലിയ രീതിയിലായവരല്ല, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ കയറി വരുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ അറിയാവുന്നവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഡീആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വിഷമത്തിലാണ്. ഓരോരോ പടിയായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് കയറി വരുന്ന ഒരു അവസരത്തിലാണ് യൂട്യൂബിന്റെ ആഡ്സെൻസിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ആകെ വിഷമം തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ജോലിയുടെ ഇടയ്ക്ക് ഒരുപാട് ഇൻപുട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ബോറിംഗ് വീഡിയോസ് അല്ല എൻ്റെ എന്ന് എനിക്ക് അറിയാൻ തോന്നുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫുഡിനെ കുറിച്ചാണെങ്കിലും ട്രാവലിനെ കുറിച്ചാണെങ്കിലും പിൽഗ്രിമേജ് അതുപോലെ തന്നെ റിവ്യൂ അങ്ങനെ കുറച്ച് കണ്ടന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തി ഉള്ള വീഡിയോസ് ആണ്. പിന്നെ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ രീതി ഇഷ്ടപ്പെടാത്ത, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ വീഡിയോസ് കാണത്തില്ല. അവർക്കൊക്കെ വലിയ എന്താ പറയാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഭംഗിയുള്ളവർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാനാണ് കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു വിഷമാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ കയറി വന്നിട്ട് പെട്ടെന്ന് ഡീആക്ടിവേറ്റ് ചെയ്യാന്നുള്ള മെസ്സേജ് ഒക്കെ വരുമ്പോൾ. അതിന്റെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു ഉപാധിയാണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ടെൻഷൻ അകറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ലൈഫിൽ ആക്റ്റീവ് ആവുക. അതൊക്കെയാണ് മോസ്റ്റ്ലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുമാനം അതൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു വണ്ടടിച്ചു പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്ത് കയറി വന്നിട്ട് ആരും കാണാനില്ലാത്ത ഒരവസ്ഥ എന്നല്ലേ. പക്ഷെ ഒരുപാട് വീഡിയോസ് ഇപ്പൊ ആരെയും താത്തിക്കെട്ടി പറയാതെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇതിലും കുറഞ്ഞ ക്വാളിറ്റി ഉള്ള വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കണ്ടന്റ് ഉള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് ഹിറ്റായിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. പക്ഷെ നമ്മുടെ ലക്കും ഒക്കെ വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാക്ട്. അപ്പം അതൊരു സങ്കടമാണ്. നിങ്ങൾ കാണാവുന്നവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിനെ, ഡബിൾ ഇൻ മല്ലു വേൾഡ് എന്ന് പറയുന്ന ചാനൽ കേട്ടോ.
നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു. മീൻസ് പലരും ചീത്ത കമന്റുകളൊക്കെ പറയാറുണ്ടായിരുന്നു. മീൻസ് ചീത്ത കമന്റുകൾ എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, ഇത്രയും പ്രായമായിട്ടും വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതല്ലല്ലോ, നമുക്ക് ജോലിയുണ്ട്, നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, ജോലിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിലുപരി നമ്മൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചാനലുകൾ എല്ലാവരും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് മണി അതിലൊരു പ്രാധാന്യം അർഹിക്കുന്ന ഘടകം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കയറിയൊക്കെ ചെറുതായിട്ടൊന്ന് കയറിയൊക്കെ വന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഡീആക്ടിവേഷൻ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകെ സങ്കടമാണ്. അപ്പം നിങ്ങൾ ഈ ചാനലിലുള്ളവർ തന്നെ ഒരു കാണുവാണെങ്കിൽ ഈ 10,000-2,000 വ്യൂസ് നമുക്ക് ഓരോ വീഡിയോസിനൊക്കെ കിട്ടും. അപ്പം അതങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷേ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മെസ്സേജ് കിട്ടി പലരും കാണുമായിരിക്കും അല്ലേ, എന്നെ പോലെ സങ്കടം അനുഭവിക്കുന്നവരെ പലരും കാണുമായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പം എന്തായാലും ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മെസ്സേജൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സങ്കടം, കാരണം നമ്മൾ 300 വീഡിയോസോളം, അത് 300 വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടന്റ്സ് വരുന്ന ഒരു 100-150 വീഡിയോസ് എന്തായാലും ഉണ്ട് എന്തായാലും. പിന്നെ നമുക്ക് പരിചയക്കുറവിന്റെ ഒരു ഇതുണ്ടല്ലോ, ഇപ്പം നമ്മൾ കീവേഡ് സെലക്ട് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ തമ്പനയിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പരിചയക്കുറവുള്ള ഇടങ്ങളൊക്കെ കുറേ കാണുമായിരിക്കും. എന്നാലും കേട്ടപ്പോൾ ഒരു സങ്കടം. പറ്റുന്നവരൊക്കെ എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ഇപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസരമാണ്. സമ്മർ ആവാതെ നടക്കത്തില്ല. എങ്കിലും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഈ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം കൊണ്ട് തുടങ്ങിയൊരു ചാനലാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയത്. ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത്രയും നാൾ നൽകിയ സപ്പോർട്ടിന് ഭയങ്കര നന്ദി. ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇല്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ഡീആക്ടിവേറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.